കോൺട്രാക്ട് മാരേജ് ഭാഗം 84. എബിൻ്റെ തുറന്ന പറച്ചിൽ ഒരേ സമയം ഭദ്രയ്ക്ക് സന്തോഷവും സങ്കടവും നൽകി. അവൻ്റെ സാഹചര്യങ്ങൾ കേട്ടപ്പോൾ അവനെപ്പോലെ ഒരാളെ കുറ്റം പറയാനും അവൾക്ക് പിന്നെ തോന്നിയില്ല. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയല്ലേ നല്ലവനും കെട്ടവനുമൊക്കെ ആകുന്നത്. വിധി അല്ലെ ജീവിത സാഹചര്യങ്ങൾ അവരെ അങ്ങനെയൊക്കെ ആക്കി തീർക്കും. ഇഷ്ടമില്ലാത്ത ജോലികൾ പോലും ചെയ്യുന്നത് സ്വന്തം കാര്യനിലയേക്കാൾ ഉപരി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാകും. അവരുടെ സ്വപ്നങ്ങൾക്ക് സ്വന്തം സ്വപ്നങ്ങളെക്കാൾ പ്രതീക്ഷിക്കുന്നു വെക്കുന്നതുകൊണ്ട് അത് നടത്തിക്കാണാൻ വേണ്ടിയാകും. അല്ലെങ്കിലും ഈ ഒട്ടുമിക്ക മിഡിൽ ക്ലാസ് പയ്യന്മാരുടെയും അവസ്ഥയും അവർ കടന്നു പോകുന്നതും ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാകും. എങ്ങനെയും എന്തു ചെയ്തിട്ടാണെങ്കിലും രക്ഷപ്പെടുക, അത് മാത്രമായിരിക്കും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാര്യം. എബിനെയും അതിൽ കുറ്റം പറയാൻ പറ്റുമോ? എന്നെ അവന്മാർ കൊല്ലാൻ പറഞ്ഞതിൽ കൊല്ലുമായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷേ നിന്നെ എങ്ങനെയും സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടാൻ നോക്കിയേനെ. അത് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് പറഞ്ഞുറപ്പിച്ച കാശ് കിട്ടുമായിരുന്നുള്ളൂ. അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് തൻ്റെ പിന്നാലെ വന്നത്. സാറിനെപ്പോലെ ഒരാളുടെ അടുത്തുനിന്ന് നിന്നെ തട്ടിക്കൊണ്ടു പോകുന്നത് പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാത്തത് കൊണ്ട് ആ കാശ് കിട്ടിക്കാണില്ലല്ലേ? അത്രയും ചെയ്തിട്ട് അവസാന നിമിഷം അത് കിട്ടാതെ പോയതിൽ എന്നോട് ദേഷ്യമുണ്ടാവുമല്ലേ ഇപ്പോഴും? ഒരിക്കലുമില്ല. സാർ എനിക്ക് നല്ലൊരു ജോലിയും തന്നു, രക്ഷപ്പെടാനുള്ള കാശും തന്നു. അറിയാമായിരുന്നു അന്ന് കാശ് കൊടുത്തപ്പോൾ തന്നെ കണ്ടതാണ് ശിവേട്ടൻ്റെ മനസ്സിൽ എന്തായിരിക്കുമെന്ന്. അങ്ങനെ വെറും കൈയോടെ വിടില്ലെന്ന്. കാരണം ജീവിതത്തിൽ തോറ്റുപോയവൻ്റെ അവസാന പ്രതീക്ഷയായിരുന്നല്ലോ ഈ വഴി. കാര്യങ്ങളൊക്കെ ശിവേട്ടൻ അറിയുകയും ചെയ്യാമായിരുന്നു. പലവട്ടം ആലോചിച്ചതാണ് ചോദിക്കാൻ, ഫോണിൽ കൂടിയെങ്കിലും ക്ഷമ ചോദിക്കാൻ. പക്ഷേ എന്തോ ഉള്ളിൽ അപ്പോഴും ബാക്കി വെച്ചിരിക്കുന്ന കുറ്റബോധം കൊണ്ടാണ് അതിന് ബുദ്ധിമുട്ടാഞ്ഞത്. സത്യത്തിൽ എനിക്കിപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു ഇങ്ങനെ നേരിൽ കാണാനും മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞ് എൻ്റെ ഇത്രയും ദിവസത്തെ സമാധാനക്കേട് ഇന്നത്തോടെ ഇല്ലാതാക്കാനും കഴിഞ്ഞതിനും. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾക്കും തിരികെ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ഇപ്പോഴും ദേഷ്യം ഉണ്ടാവും അല്ലേ? ദേഷ്യമില്ല, എങ്കിലും കഴിഞ്ഞു പോയതൊന്നും മറക്കാനും കഴിയില്ല. അത്രയ്ക്കുണ്ടായിരുന്നല്ലോ അന്നത്തെ പെർഫോമൻസ്. അവൾ പറഞ്ഞതും അവനൊരു ചമ്മിയ ചിരിയോടെ അവളിൽ നിന്ന് മുഖം മാറ്റി. അവൾക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. സാറുണ്ടോ കൂടെ, അതോ ഒറ്റയ്ക്കാണോ? ഉണ്ട്, പുറത്തുണ്ട്. എങ്കിൽ ഞാൻ പൊക്കോട്ടെ. തന്നോട് മിണ്ടി നിൽക്കുന്ന കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അതെന്താ? ശിവേട്ടനല്ലേ ജോലിയൊക്കെ വാങ്ങിത്തന്നത്. ഇപ്പോൾ അറിയാലോ കാര്യങ്ങളെല്ലാം. അതൊക്കെ ഉള്ളതാ കൊച്ചേ. പക്ഷേ ഒരു കാര്യമുണ്ട്. സാർ ഇയാളുടെ കാര്യത്തിൽ കുറച്ച് അസൂയ കൂടിയ ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഒരിക്കലും നിന്റെ മുന്നിൽ വരരുതെന്ന്. ഇയാൾക്കത് വേദന ആയിരിക്കുമെന്നൊക്കെ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. സത്യത്തിൽ അങ്ങനെ പറയുമ്പോഴും എന്നോട് ദേഷ്യം കലർത്തിയാണ് പറഞ്ഞതൊക്കെ. മറ്റൊരാൾ തന്നെ വേദനിപ്പിക്കുന്നത് സാറിന് സഹിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ അവസ്ഥ അറിഞ്ഞതുകൊണ്ടാവും. അല്ലെങ്കിൽ ഇയാളെ വേദനിപ്പിക്കാൻ നോക്കിയതിന് എൻ്റെ ആയുസ് വെട്ടിയേനെ പുള്ളി. എബിൻ ചിലകലർത്തി പറഞ്ഞതും ഭദ്ര അവൻ പറഞ്ഞതൊക്കെ മനസ്സിലിട്ട് എന്തോ ആലോചനയിൽ മുഴുകി. എബിൻ പറഞ്ഞത് കേൾക്കുമ്പോൾ അന്ന് തന്നെ കുത്തിയ ആളിന് ജീവനോടെ ഉണ്ടാകുമോ? അതോ? പിന്നീട് അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്തോ ആ ആളുടെ മുഖം പോലും അങ്ങനെ ഓർമ്മയില്ല. കൂടുതൽ തിരക്കാൻ തോന്നിയിട്ടുമില്ല. വെറുപ്പോടെയല്ലാതെ അതോർക്കാൻ ശ്രമിക്കാറുമില്ല. അതൊക്കെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളാണല്ലോ. ഇനി ഒരിക്കലും ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്തവ. അതിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ശിവേട്ടൻ അവനെ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് പോലും ആലോചിച്ചിട്ടില്ല. എബിൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സാർ അയാളെ ബാക്കി വെച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുമോ? ചെയ്യും. അവളുടെ മനസ്സ് അവളോട് പറഞ്ഞു. ഏയ്, എന്താ എന്താ അവിടെ? ആദിയോടെ അവർക്കടുത്തേക്ക് വേഗത്തിൽ വരുന്ന ശിവനെ തന്നെ രണ്ടാളും ഒരു നിമിഷം നോക്കി. എന്താ അബിൻ, നീ എന്താ ഇവിടെ? ഭദ്രയെ ചേർത്ത് പിടിച്ച് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഭദ്രയുടെ മുഖത്തായിരുന്നു. എബിനെ കണ്ട് അവൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ എന്നൊക്കെയായിരുന്നു ശിവൻ്റെ മനസ്സിലെ ചിന്ത. അന്നത്തെ സംഭവം അവളെ തളർത്തിയെങ്കിലും മനസ്സിലെ ശക്തി കൊണ്ട് തിരികെ വന്നതാണവൾ. ഇതുവരെ അവനെപ്പറ്റി ഒരു സംസാരം പോലും പരസ്പരം ഉണ്ടായിട്ടില്ല അവർക്കിടയിൽ. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നു പോയോ ഇത്ര വേഗം? അയ്യോ സാറേ, വേണ്ട എബിനെ, ഒന്നും പറയണ്ട. ഇവിടെ വെച്ച് യാദൃശ്യമായി കണ്ടുമുട്ടിയതാണ് ഞാൻ. കണ്ടപ്പോൾ ഒന്ന് മിണ്ടിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഭദ്ര ഇടയ്ക്ക് കയറി പറഞ്ഞതും എബിനും അത് ശരിവെക്കും പോലെ നോക്കി. അതെ എന്ന പോലെ തലയാട്ടി. ശിവനൊന്ന് അമർത്തി മൂളി. സാർ, ഞാൻ ഇന്നലെ അങ്ങോട്ട്. നീ എന്താ ഇവിടെ? പെട്ടെന്ന് അവൻ്റെ മുഖത്തെ ഗൗരവത്തെ മാറ്റിക്കൊണ്ട് ശാന്തമായി ചോദിച്ചു. ഭദ്ര ഓക്കെ ആണെന്ന് കണ്ടതും അവനും പെട്ടെന്ന് ഒതുങ്ങിയിരുന്നു. ഏഞ്ചലിൻ്റെ അമ്മ വീട് ഇവിടെയാണ്. കുറച്ച് നാളായി അവൾക്ക് വിശേഷമറിഞ്ഞപ്പോൾ മുതൽ ഇവിടെയുള്ളവർ പറയുന്നുണ്ട് അവളെ കാണണമെന്ന്. ഇന്നലെ അവരെ കാണാമെന്ന് കരുതി വന്നതാണ് ഇവിടേക്ക്. നാളെ പോകും ഞങ്ങൾ. അതിനു മുന്നേ 1-2 സാധനം വാങ്ങാൻ ഇറങ്ങിയതാണ് ഞാൻ.
സാറിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെപ്പോലെ ഒരാൾക്ക് പുറത്തുനിന്ന് നോക്കിക്കണ്ട് സന്തോഷിക്കേണ്ട പലതും ഇപ്പോൾ അടുത്ത് കാണാനും ആഗ്രഹിച്ചതൊക്കെ വാങ്ങാനും കഴിയുന്നുണ്ട്. ശിവനും ഒരു നിമിഷം അവനെ തന്നെ നോക്കി. അവനെ അവസാനം കണ്ടതിൽ നിന്ന് എത്രമാത്രം മാറിയിരിക്കുന്നു ഇന്നവൻ. കാണുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ അവൻ്റെ മുഖത്തും മൊത്തത്തിലും വന്ന മാറ്റം മനസ്സിലാകുന്നുണ്ട്. ഒരു നിമിഷം വെറുതെയെങ്കിലും അവന് സന്തോഷം തോന്നി. ഒരാളെങ്കിലും ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്ന് കേൾക്കുന്നതിൽ. ഭദ്രയും തൻ്റെ അടുത്ത് നിൽക്കുന്നവനെ നോക്കി. അവൻ്റെ മുഖം ശാന്തമാണ്. അവനിൽ ഈയിടയ്ക്കായി ഒരുപാട് മാറ്റം വന്നതുപോലെ താൻ വന്നതോടു കൂടിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പോകാം, അത്രമാത്രം പറഞ്ഞുകൊണ്ട് ശിവൻ അവളുടെ തോളിൽ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും എബിൻ അവർ പോകുന്നത് നോക്കി നിന്നു. ശിവനോട് നേരിട്ട് സംസാരിക്കാൻ പോലുമുള്ള ധൈര്യം പോലും പോരെന്ന് തോന്നി. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയവളെ കണ്ട് അവനൊന്ന് ചിരിച്ചു, മനസ്സ് നിറഞ്ഞ്. ഇത്രയും നാളും മനസ്സിൽ കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാൻ കഴിഞ്ഞതോടെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞിരിക്കുന്നു. ഇന്നെങ്കിലും കുറ്റബോധമില്ലാതെ നാളുകൾക്ക് ശേഷം ഉറങ്ങാം. ഒരു തെറ്റ് ചെയ്തു പോയെന്നുള്ള തോന്നുന്നതിൽ എഞ്ചിനോട് പോലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതൊക്കെ തന്നെ കുറ്റപ്പെടുത്തി തന്നെയായിരുന്നു. എത്ര കഷ്ടപ്പാടാണെങ്കിലും മറ്റൊരാളുടെ കണ്ണുനീർ വീഴ്ത്തി ഒന്നിനും പോകരുതെന്ന്. അതെ, അതൊരു സത്യം തന്നെയാണ്. പിന്നീട് ആലോചിച്ചപ്പോഴാണ് അതേപ്പറ്റി മനസ്സിലായത് തന്നെ. ഭദ്ര എത്രയോ ദിവസം വിഷമിച്ച് കാണും. സാറിന് അവളെ ജീവനാണ്. എന്തേലും കാരണത്താൽ അന്ന് ആ കാര്യങ്ങൾ നടന്നിരുന്നിൽ ഓർക്കാൻ കൂടി വയ്യ. ഭദ്രയ്ക്ക് സാറ് മാത്രമേ ഉള്ളെന്നറിഞ്ഞപ്പോൾ ചെയ്യാൻ പോയത് അത്ര വലിയ തെറ്റായി മാറിയേനെന്നോർത്തപ്പോൾ അറിയില്ല. ഒന്ന് നേരിൽ കണ്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സാർ വെച്ച് നീട്ടിയ പണം തിരിച്ചു കൊടുക്കാൻ ചെന്നപ്പോൾ സാർ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. പണം ആവശ്യക്കാരൻ്റെ കയ്യിൽ ഇരിക്കേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞു വിട്ടു. ഇനി ഒരിക്കലും മറ്റൊരു തെറ്റ് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ ഇത് കയ്യിൽ വെക്കാനും പറഞ്ഞു. പണത്തേക്കാൾ ഒരു ജോലിയായിരുന്നു ആവശ്യം. അത് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ സ്വന്തം സ്ഥാപനത്തിൽ ജോലി തരികയും ചെയ്തു. തന്നെ ജോലിക്കെടുക്കാനും തന്നെ വിശ്വസിക്കാൻ കാണിച്ച മനസ്സ് മാത്രം മതിയായിരുന്നു ഈ ജന്മം മുഴുവൻ അയാളോട് കടപ്പെടാൻ. ജീവിതത്തിൽ ഇങ്ങനെ ചില അത്ഭുതങ്ങൾ ചിലരുടെയെങ്കിലും സ്വപ്നങ്ങളിൽ ഉണ്ടാവും. നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം ഇല്ലാതാക്കാൻ ഒരാൾ ദൈവത്തെപ്പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന്. അതുവരെയുള്ള നമ്മുടെ മൊത്തം ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരാൾ. അതെ, എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഒരു കൈ തന്നെങ്കിലും രക്ഷപ്പെടുത്തി വിടണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത് നടന്നു. സന്തോഷം എത്രമാത്രമുണ്ടെന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയില്ല. അത്രത്തോളം സന്തോഷമുണ്ട്. ഇനി ഒരിക്കലും പിന്നിലേക്ക് നോക്കാതെ മുന്നോട്ട് നോക്കി ജീവിക്കാൻ. അത്രത്തോളം ഈ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മാറ്റിമറിച്ചിരിക്കുകയാണ്. എല്ലാം വരാനിരിക്കുന്ന കുഞ്ഞിൻ്റെ ഐശ്വര്യം കൊണ്ടാണെന്ന് എല്ലാവരും പറയുമ്പോഴും അതിനേക്കാൾ അതെൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോലും അറിയാതെ കടന്നു വന്ന ഭദ്രയുടെ വരവോടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. എനിക്കിപ്പോൾ തോന്നുന്നു എൻ്റെ മനസ്സ് കീഴടക്കിയത് പോലെയാകും സാറിനെ പോലെ ഒരാളുടെ മനസ്സിൽ ഭദ്ര കയറിപ്പറ്റിയത്. ഒരുപാട് നന്മകളുള്ള ഒരു പാവം പെണ്ണ്. അവർ പോയ വഴിയെ നോക്കി അത്രയും മനസ്സിൽ പറഞ്ഞിട്ട് എബിനും മടങ്ങി. അവളുടെ തോളിൽ നിന്ന് കൈയെടുത്ത് മാറ്റി അവളെ കാറിലേക്ക് കയറ്റിയിരുത്തുമ്പോൾ ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടായിരുന്നവൻ. അവൻ മറു സൈഡിൽ കൂടി അകത്തേക്ക് കയറിയതും ഭദ്ര പുറത്തേക്ക് നോക്കി ഇരിക്കുന്നതാണ് അവൻ കണ്ടത്. അവളുടെ മനസ്സിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ നിന്നോട് എന്താ പറഞ്ഞത്? വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും ശിവൻ്റെ ചോദ്യം കേട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന നിർത്തി അവനെ നോക്കി ഭദ്ര. ശിവൻ്റെ മനസ്സിൽ നല്ല ടെൻഷനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. താൻ ഇനിയും പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുമോ എന്നാണ് അവൻ്റെ മനസ്സിലിപ്പോൾ. എബിൻ ആദ്യം കുറേ ക്ഷമ പറഞ്ഞു. അന്ന് കണ്ട ആളെയല്ല ഇന്നെൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി ശിവേട്ട. എനിക്ക് അയാളെ കണ്ടപ്പോൾ. ഒരാളുടെ സാഹചര്യമാണ് അയാളെ കൊണ്ട് ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അവൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ അവന് മുന്നിൽ വന്നൊരു മാർഗം അതവൻ ഉപയോഗിക്കാൻ നോക്കി. അത്രമാത്രം. നമ്മളിൽ പലരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനല്ലേ നോക്കുന്നത്. അവനും അതാണ് ചെയ്തത്. അവനെ തെറ്റു പറയാൻ കഴിയില്ല ഭദ്രേ. അതെ, ആലോചിക്കുമ്പോൾ അതല്ലേ ശരി. താനും ഒരിക്കൽ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ ഭാര്യയാകാൻ തയ്യാറാതല്ലേ. അതും ഒരു വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്ട് വൈഫ്. അന്ന് സ്വന്തം ജീവിതത്തേക്കാൾ ആ പണം എങ്ങനെയും ഉണ്ടാക്കുക, അത് മാത്രമായിരുന്നില്ലേ മനസ്സിൽ. അതെ, അമ്മയുടെ ജീവൻ രക്ഷിക്കുക. അതിനു വേണ്ടി ലോകത്ത് എന്ത് പണി പറഞ്ഞാലും അത് ചെയ്യുക. ഒരു നിമിഷം ഭദ്രയ്ക്ക് അവളുടെ ജീവിതമാണ് ഓർമ്മ വന്നത്. സാഹചര്യം കൊണ്ട് മാത്രം ജീവിതത്തിൽ പല വേഷങ്ങൾ കെട്ടേണ്ടി വരുന്നവർ അവരെന്നും കൂടെയുള്ളവരുടെ ജീവനാണ് വില കൊടുക്കുന്നത്. അവരുടെ സന്തോഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സ്വന്തം ജീവിതം അതെങ്ങനെയായാലും അതിൽ വിഷമം തോന്നുകയുമില്ല. ഭദ്രയ്ക്ക് സ്വന്തം ജീവിതവുമായി അവനെ വെച്ച് നോക്കുമ്പോൾ പലതിനും ഉത്തരം കിട്ടിയിരുന്നു. അവൻ്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യുമായിരുന്നുള്ളൂ. അന്ന് അമ്മയുടെ ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി
താനും ഇതുപോലുള്ളൊരു സാഹചര്യത്തിലല്ലേ താനും യാതൊരു പരിചയവുമില്ലാത്ത, അതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത ഒരാളുടെ കോൺട്രാക്ട് വൈഫാകാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് അങ്ങ് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ വൈകിയത്. എല്ലാവരും ക്ഷമിക്കണം.